Hi, how are you all? God bless you all of you. It's me, Shinu Sheikh Abdul Qadir. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ മൂമെന്റ് മുതൽ ആ സെക്കൻഡ് മുതൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ വിഭജിക്കുകയുണ്ടായി. അവരന്ന് ആഗ്രഹിച്ചത് വേറെ രാജ്യം വേണമെന്ന്. അവർക്ക് ആ വിഭാഗമുള്ള ആളുകൾക്ക് പണ്ടേ മുതൽ ഒരു ചൊറിച്ചിൽ ഉള്ളതാണ്. ആ ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സെപ്പറേറ്റ് രാജ്യം കൊടുത്തു. നമ്മുടെ മണ്ണ് വിഭജിക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്നൊരു ഭാഗം അടർത്തി മാറ്റി. എന്തിനു വേണ്ടി? സ്വസ്ഥതയ്ക്കും സമാധാനത്തിനു വേണ്ടി. പിന്നെ എന്തിനാണ് നീയൊക്കെ ഇന്ത്യൻ മണ്ണിൽ കയറിയിട്ട് കളിക്കുന്നത്? നിങ്ങൾക്ക് എന്തായാലും നേട്ടമുള്ളത്? നിങ്ങൾക്ക് എന്തായാലും ഗുണമുള്ളത്? മണ്ണ് വിഭജിച്ചതുപോലെ ഇവിടുത്തെ മനുഷ്യന്മാരുടെ മനസ്സ് വിഭജിക്കാനാണോ? ഇതിനു മുമ്പ് ഒരുപാട് പേര് അതിൽ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. നിരപരാധിയായിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവൻ, 27 പേരുടെ ജീവൻ നീ ഷഹാദത്ത് കലിമ ചെല്ലാൻ പറഞ്ഞിട്ട് നീ ഷൂട്ട് ചെയ്തു. ഇത്രയും നാൾ ഞാൻ ഈ വീഡിയോയുമായിട്ട് വരാതിരുന്നത് നിന്നെയൊക്കെ ഏത് വാക്കിട്ട് വിശേഷിപ്പിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. കണ്ടുപിടിച്ചു. ഇബ്ലീസ്, ഷെയ്ത്താനാണ്. മനുഷ്യനെന്ന് നിന്നെ ഒന്നും പറയാൻ പറ്റില്ല. മൃഗത്തോട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മൃഗങ്ങൾ വേട്ടയാടുന്നത് വിശപ്പിന് വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യൻ ആണെങ്കിൽ ആരെയും ഉപദ്രവിക്കുകയും ചെയ്യില്ല. പിന്നെ നിന്നെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണം? ഇബ്ലീസ്, ഷെയ്ത്താൻ. നീയൊക്കെ തീർച്ചയായിട്ടും കുറിച്ചിട്ടോ ഇന്ത്യൻ മണ്ണിൽ കയറി ഞങ്ങളുടെ സഹോദരങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നീ കണക്ക് പറയുക തന്നെ ചെയ്യും. നീയൊക്കെ എന്താ പറഞ്ഞത്? മോദിയോട് പറയാനല്ലേ? ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ മുതൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം വരെ ഇന്ത്യയെ തൊട്ട് തലോടാൻ ആരെയും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇന്ത്യൻ മിലിറ്ററി എന്ന് പറഞ്ഞാൽ വേൾഡിലെ നമ്പർ 1 മിലിറ്ററി എന്നാണ് അർത്ഥമുള്ളത്. ഫോഴ്സ് കൊണ്ട്, ഡെഡിക്കേഷൻ മൈൻഡ് കൊണ്ട്. ഏത് മിലിറ്ററിയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ മിലിറ്ററി പിടിച്ചു നിൽക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയോട് അത്രയും കമ്മിറ്റ്മെൻറ്റ്. ഗോഡ് ഈസ് ഗ്രേറ്റ്. ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവരാജ്യം ഉണ്ടാവട്ടെ, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്നതുപോലെ തന്നെ വന്ദേ മാതരം, ജയ് ഹിന്ദ്, ആ ഒരു സ്പിരിറ്റിൽ പറയാൻ, ഹൃദയത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ ഇന്ത്യൻ മിലിറ്ററിക്ക്, ഇന്ത്യക്കാർക്കേ സാധിച്ചിട്ടുള്ളൂ. ഇത്രയും അത് എല്ലാ ലോക രാജ്യങ്ങളും മൊത്തം അംഗീകരിക്കുന്നതാണ് ഇന്ത്യൻ മിലിറ്ററിയുടെ പ്രത്യേകത. ഡെഡിക്കേഷൻ. കണ്ണ് ചുവന്നെടുത്താലും കൈകാലുകൾ മുറിച്ചുമാക്കപ്പെട്ടാലും ഇന്നേ വരെയും ഒറ്റിയിട്ടില്ല. ഇന്ത്യൻ മിലിറ്ററി വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തറവേലകൾ നീയൊക്കെ ഞങ്ങളുടെ രാജ്യത്ത് കയറി കാണിക്കുന്നത്. ഷഹാദത്ത് കലിമ ചെല്ലാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്കാണ് ഷഹാദത്ത് കലിമ എന്നുള്ളത്. ആ വാക്ക് ഒരു ഇബ്ലീസ്, ഷെയ്ത്താന്മാർ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നീയൊക്കെ കുറിച്ചിട്ടോ ദൈവം നിന്നെയൊക്കെ ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. ഞങ്ങൾ നിന്നെയൊക്കെ ഷൂട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യൻ മിലിറ്ററി ഷൂട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിൻ്റെ ഒന്ന് ബ്രെയിൻ ആവശ്യമില്ല. പുഴുവരിച്ച ബ്രെയിനാണ് നിൻ്റെയൊക്കെ. ആ ബ്രെയിനൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഹൃദയത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹൃദയവും ഞങ്ങൾക്ക് താല്പര്യം. നിനക്കൊന്നും ഹൃദയം എന്ന് പറഞ്ഞ സാധനമില്ല. നിനക്കുള്ളത് ദൈവത്തിൻ്റെ നാമത്തിൽ കളവ് പറഞ്ഞിട്ടുള്ള നാവാണ്. ദൈവം തീർച്ചയായിട്ടും ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുക തന്നെ ചെയ്യും. എന്താണെന്നറിയോ? നിൻ്റെ കണ്ണാക്കിട്ട് പൊട്ടിക്കാൻ. ഞങ്ങളുടെ രാജ്യത്ത് കയറി ഞങ്ങളുടെ സഹോദരങ്ങളെ ഞോണ്ടിയിട്ട് നീയൊന്നും ഒരിക്കലും തിരിച്ചു പോകില്ലടാ. തീർച്ചയായിട്ടും ഇന്ത്യൻ മിലിറ്ററിയുടെ മുമ്പിൽ തന്നെ ചെയ്യും. നീ എന്താ പറഞ്ഞത്? മോദിയോട് പോയി പറയാൻ അല്ലേ? മോദിയോട് പോയി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ കണ്ണകിട്ട് പൊട്ടിക്കാനാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് നീ വെയിറ്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ മുസ്ലിം എന്താണെന്നുള്ളത് നീ കണ്ടില്ലടാ. നീയെ കണ്ടതല്ലേ? സെയ്ദ് അൻസാരി ഹുസൈൻ ഷായിലൂടെ ഇന്ത്യൻ മുസ്ലിം എന്താണെന്നുള്ളത് നീ കണ്ടതല്ലേ? നീ കരുതിയിരുന്നു. ജയ് ഹിന്ദ്.